നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട കുട്ടികളൊക്കെ വിവാഹം കഴിക്കുന്നത്. അപ്പം ഇപ്പം അവനവന്റെ ജാതിയില് ഒരു പൊട്ട സ്വഭാവമുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി ഒന്നായിരുന്നാ മതി. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ കുറേ തലമുറകൾ മുൻപ് ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്നതല്ല. ഇന്നത്തെ തലമുറയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യന് വിദ്യാഭ്യാസം ഉണ്ടോ, അവന്റെ സ്വഭാവം എങ്ങനെയാണ്, അവൻ നല്ല കുട്ടി, നല്ല ഇവളായിട്ട് ഇപ്പൊ ഈ നമ്മുടെ പെൺകുട്ടിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മകനാണെങ്കിൽ ആ മകന് തന്നെ പെൺകുട്ടി നല്ലതാണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് പേര് ഇപ്പോഴും ആ പഴയ തട്ടിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. അവർക്ക് ഇപ്പോഴും സമൂഹത്തെ പേടിച്ചും അല്ലെങ്കിൽ ബന്ധുക്കളെ പേടിച്ചും അവരൊന്നും അവരുടെ മക്കൾ വേറൊരാളെ വിവാഹം കഴിച്ചാൽ, വേറൊരു ജാതിയിൽ വിവാഹം കഴിച്ചാൽ അവരൊന്നും വീട്ടിൽ ഇന്ന് വരെ കേറാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം അവരെ കാണാനോ അവരെ വീട്ടിൽ കയറ്റാനോ ഒന്നും സമ്മതിക്കാത്തത്. അതിലൊരു പരിധി വരെ ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ഉള്ളിലുണ്ടാകും ഇവരെ കയറ്റണമെന്നുള്ളത്. പക്ഷെ അതൊരിക്കലും അവര് ചെയ്യാത്തത് ഈ സമൂഹത്തെ പേടിച്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായ ഒരു വ്യക്തിത്വം ഇല്ലാത്തവർക്കാണ് അങ്ങനെ അങ്ങനെ വരുള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന ബന്ധുക്കളുടെ മക്കൾക്ക് നാളെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അവര് കയറ്റും. പക്ഷെ അന്നേരം ഇവരുടെ മക്കളോട് ചെയ്ത് ഇവർക്ക് തിരുത്താനും പറ്റില്ല. ഞാൻ പറയുന്നത് കുറച്ച് വർഷങ്ങളൊന്നും കഴിഞ്ഞാൽ ഇവിടെ ഈ ജാതി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുക പോലും ഇല്ല. കാരണം ഇവിടെ വിദ്യാഭ്യാസത്തിനായിരിക്കും കൂടുതലും മൂല്യം കൊടുക്കുക എല്ലാവരും. അവനവന്റെ ജാതിയില് പെട്ടൊരാളെ കല്യാണം കഴിച്ചാലും സമൂഹത്തിന് ഒരു കുഴപ്പമില്ല. വ്യത്യസ്ത ജാതിയിൽ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ കല്യാണം കഴിച്ചാൽ സമൂഹം അതിനെ ഒരു മോശം രീതിയിൽ കാണുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ?